വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസിൽ അഫാന്റെ മൊഴിയുടെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്ത്. ഉമ്മയ്ക്ക് അസുഖം കൂടുതലാണെന്ന് കള്ളം പറഞ്ഞാണ് സുഹൃത്ത് ഫർസാനയെ അഫാൻ വീട്ടിലെത്തിച്ചത്. ക്യാൻസർ രോഗിയായ ഷെമിക്ക് അസുഖം കൂടുതലാണെന്നും ഫർസാനയെ കാണണമെന്നും അഫാൻ ഫർസാനയോട് പറഞ്ഞു. ഇതനുസരിച്ചാണ് സംഭവ ദിവസം ട്യൂഷന് പോകാനെന്ന പേരിൽ ഫർസാനയെ വീട്ടിലെത്തിച്ചതെന്ന് അഫാൻ പോലീസിന് മൊഴി നൽകി. നടന്ന് കാവറ റോഡിലെത്തിയ ഫർസാനയെ ബൈക്കിൽ കാത്തുനിന്ന് അഫാൻ വീട്ടിലെത്തിക്കുകയായിരുന്നു. പൂട്ടിയ ഗേറ്റ് തുറക്കാൻ നോക്കിയപ്പോൾ കയ്യിലെ താക്കോൽ നഷ്ടപ്പെട്ടതായി അഫാൻ മനസ്സിലാക്കി. തുടർന്ന് മതിലിന് ഉയരം കുറഞ്ഞ ഭാഗത്ത് ഇഷ്ടിക അടുക്കി വെച്ച് ഇരുവരും മതിൽ ചാടുകയായിരുന്നു. പണയം വെക്കാൻ നൽകിയ സ്വർണമാല തിരികെ ചോദിച്ചതിന് ഫർസാനയോട് വൈരാഗ്യം തോന്നിയിരുന്നതായി അഫാൻ നേരത്തെ പോലീസിന് മൊഴി നൽകിയിരുന്നു. സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്നാണ് അഫാനെ സഹായിക്കാൻ ഫർസാന സ്വർണമാല നൽകിയത്. എന്നാൽ ഫർസാനയുടെ വീട്ടുകാർ ഇതറിഞ്ഞതോടെ പ്രശ്നമായി. മാല തിരികെ ചോദിച്ച് ഫർസാന അഫാന്റെ മേൽ സമ്മർദ്ദം ചെലുത്തി. ഇതേ തുടർന്ന് പിതാവിന്റെ കാർ ആറ്റിങ്ങലിലെ പണമിടപാട് സ്ഥാപനത്തിൽ പണയം വെച്ചു. അതുവഴി ലഭിച്ച പണം ഉപയോഗിച്ച് മാല എടുത്തു കൊടുത്തെങ്കിലും ഫർസാനയോടുള്ള വൈരാഗ്യത്തിന് ഇതും കാരണമായി. ദുരിതാവസ്ഥയിൽ തന്നെ വീർപ്പ് മുട്ടിച്ചെന്ന ചിന്തയാണ് ഫർസാനയോടുള്ള പകയ്ക്ക് പിന്നിലെന്ന് അഫാൻ പറയുന്നു. അമ്മ ഷമിയെ ആക്രമിച്ച ശേഷം മുറി പൂട്ടിയ അഫാൻ താക്കോൽ ശുചിമുറിയിലെ ഫ്ലഷ് ടാങ്കിൽ ഉപേക്ഷിച്ചതായി പോലീസ് കണ്ടെത്തി. പേരുമലയിലെ വീട്ടിൽ നടത്തിയ തെളിവെടുപ്പിൽ താക്കോൽ കണ്ടെടുത്തു. അതേസമയം കേസിലെ ആദ്യഘട്ട തെളിവെടുപ്പ് കഴിഞ്ഞ ദിവസം പൂർത്തിയായി. അഫാൻ എന്തെങ്കിലും പറയാനുണ്ടോ? അഫാൻ എന്തെങ്കിലും പറയാനുണ്ടോ? കൂട്ടക്കൊലയ്ക്കായി ചുറ്റിക വാങ്ങിയ അഫാനെ വെഞ്ഞാറമൂട്ടിലെ കടയുടമ തിരിച്ചറിഞ്ഞു. ശനിയാഴ്ച രാവിലെയാണ് വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസിലെ പ്രതി അഫാനുമായി ചുറ്റിക വാങ്ങിയ കടയിൽ പോലീസ് തെളിവെടുപ്പിനെത്തിയത്. കൊലപാതക ദിവസം അഫാൻ ഇവിടെ എത്തി ചുറ്റിക വാങ്ങിയതായി കടയുടമ സ്ഥിരീകരിക്കുകയായിരുന്നു. അഫാൻ കൊലപ്പെടുത്തിയ മുത്തശ്ശി സൽമാ ബീവിയുടെ മാല പണയം വെച്ച സ്ഥാപനത്തിലും തെളിവെടുപ്പ് നടത്തി. അഫാനെ തെളിവെടുപ്പിന് എത്തിക്കുന്നതറിഞ്ഞ് ഈ സ്ഥലങ്ങളിലെല്ലാം ആൾക്കൂട്ടമുണ്ടായിരുന്നു. എന്നാൽ പ്രതിഷേധമോ സംഘർഷമോ റിപ്പോർട്ട് ചെയ്തില്ല. പോലീസും വൻ സുരക്ഷയാണ് ഒരുക്കിയത്. സംഭവ ദിവസം ഉച്ചയ്ക്ക് 12 മണിയോടെ വഴക്കിട്ട ശേഷം മാതാവ് ഷെമിയെ ആക്രമിച്ചെന്നും കഴുത്തിൽ ഷാൾ മുറുക്കിയെന്നും അഫാൻ മൊഴി നൽകി. മാതാവ് മരിച്ചെന്ന് കരുതിയാണ് വീട് പൂട്ടി ചുറ്റികയും വാങ്ങി നേരെ പാങ്ങോടെത്തി മുത്തശ്ശി സൽമാ ബീവിയെ കൊന്നത്. ഇതിനുശേഷം തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ മാതാവ് മരിച്ചിട്ടുണ്ടായിരുന്നില്ല. തുടർന്ന് ചുറ്റിക കൊണ്ട് തലക്കടിച്ചുവെന്നും അഫാൻ മൊഴി നൽകി. സൽമാ ബീവിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് പാങ്ങോട് പോലീസ് എടുത്ത കേസിലാണ് ശനിയാഴ്ച തെളിവെടുപ്പ് പൂർത്തിയാക്കിയത്. വെള്ളിയാഴ്ച പാങ്ങോട് സൽമാ ബീവിയുടെ വീട്ടിലും പേരുമരയിലെ സ്വന്തം വീട്ടിലും അഫാനെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തി. തെളിവെടുപ്പ് സമയത്തെല്ലാം ഭാവമാറ്റമോ കുറ്റബോധമോ ഇല്ലാതെയാണ് പ്രതി പോലീസിനോട് സഹകരിച്ചത്.